ഇപ്പം ഒരു വാൾഡ്രോബ് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. പാർട്ടിക്കൽ ബോർഡിന്റെ 4 ഡോർ വാൾഡ്രോബ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സൈസ് വരുന്നത് നമുക്ക് 7 അടി ഹൈറ്റും 6 അടി വിഡ്ത്തും വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 6 അടി വീതിയും 7 അടി ഹൈറ്റും ആണ് നമുക്ക് ഇതിൽ. നമ്മൾ ഈ വാൾഡ്രോബിന് നമ്മൾ കൊടുത്തിട്ടുള്ള കളർ ഡുവൽ കളറാണ്. ഒരു കോഫി ബ്രൗണും പിന്നെ ഒരു വൈറ്റ് യു വി മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 2 കളേഴ്സിലാണ് വൈറ്റ് യു വിയും കോഫി ബ്രൗണും ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് യു വി ഡോറാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോസി ടൈപ്പ് ഡോറും കാര്യങ്ങളും വരുന്നത്. അത് 4 ഡോർ ആണ് ഇത് നമുക്ക് വരുന്നത്. ഇതിന്റെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെറൈറ്റി ടൈപ്പാണ്. 2.4 നമ്മൾ ഇതിന്റെ ഹാൻഡിലിന്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 2.5 അടി നമുക്ക് വീതി ഹൈറ്റ് വരുന്നുണ്ട്, 4 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടുപ്പിച്ച് നിൽക്കുമ്പോൾ 2.5 കണ്ടില്ല, അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് നമ്മൾ ഇതിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഉള്ളു നോക്കാനാണെങ്കിൽ ഇത് കസ്റ്റമറുടെ എൻക്വയറി പ്രകാരം നമ്മൾ ചെയ്തതാണ്. ഇതിന് നമ്മൾ സാധാരണ വരുന്ന വാൾഡ്രോബിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6.5 ഫൂട്ട്. എന്ന് പറഞ്ഞാൽ ഇതാണ് സാധാരണ വരുന്ന വാൾഡ്രോബിന്റെ ഹൈറ്റ്. ഇതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ പറഞ്ഞ് ഇത് ഹൈറ്റ് കൂട്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിന് ബോർഡർ കൊടുക്കേണ്ട ആവശ്യമില്ല. ബോർഡർ കൊടുക്കുന്നത് തന്നെ മെയിനായിട്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റ് കൂടുതലാണ് എന്നുള്ള ഒന്നും കൂടി വലുതാക്കി കാണിക്കാനാണ് നമ്മൾ സാധാരണ ബോർഡർ കൊടുക്കുന്നത്. ഒരു ലോക്കർ സ്പേസ് വരുന്നുണ്ട്. നമ്മൾ സാധാരണ വരുന്ന മാതിരി തന്നെ ഒരു ലോക്കർ സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഒരു 4 തട്ടും കാര്യങ്ങളും വരുന്നുണ്ട് ഫസ്റ്റ് ഡോറിൽ. സെക്കൻഡ് ഡോറിലാണെങ്കിൽ നമുക്ക് സാധാരണ 5 തട്ടും കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് ഡോറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തേർഡ് ഡോർ നോക്കാനാണെങ്കിൽ നമ്മളൊരു ഹാങ്കർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ വരുന്ന ഹാങ്കർ സ്പേസ് ഏറ്റവും മുകളിൽ ഹാങ്കർ സ്പേസ്, അതിൻ്റെ അടിയിലാണ് തട്ടുകൾ വരിക. ഇത് നമ്മൾ മിഡിൽ ഹാങ്കർ സ്പേസ് കൊടുത്തത്. കാരണം വെച്ചാൽ കുറച്ചും കൂടി മുകളിലോട്ട് ഹാങ്കർ സ്പേസ് കൊടുത്താൽ തൂക്കാൻ കുറച്ചും കൂടി ടഫ് ആയതുകൊണ്ടാണ് നമ്മൾ ഹാങ്കർ സ്പേസ് അടിയിലോട്ട് കൊടുത്തത്. ഇതിന് മുകളിൽ 2 തട്ട് 2 ഹാങ്കർ സ്പേസ് ആണ് കൊടുത്തത്. സാധാരണ ഒരൊറ്റ രീതിയിലാണ് നമ്മൾ ഹാങ്കർ സ്പേസ് കൊടുക്കൽ. കസ്റ്റമർ പറഞ്ഞു എനിക്ക് 2 ആയിട്ട് വേണം, ഇപ്പുറത്ത് വേറെയും തൂക്കാനുള്ള രീതിയിൽ അങ്ങനെ നടുവിലൊരു പാർട്ടീഷൻ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ അടിയിൽ നോർമൽ വരുന്ന വരുന്ന ഈ രണ്ട് തട്ട് വെച്ചിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് വൈറ്റ് യു വി ആണ്. യു വി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സാധാരണ വരുന്ന വൈറ്റ് കളർ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, ഇത് വൈറ്റ് ആണ്. സാധാരണ വരുന്ന പാർട്ടിക്കൽ ബോർഡ് വൈറ്റ് കളറാണ്. ഇത് വൈറ്റ് ആണ്. ഇത് കുറച്ച് ഹാർഡാണ്. എന്ന് പറഞ്ഞാൽ മാറ്റാണ് ഇതിന്റെ മുകളിൽ വരുന്നത്. ഈ വൈറ്റിന്റെ മുകളിൽ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ വേറൊരു സാധനം ഒട്ടിക്കുന്നതാണ് ഈ യു വി എന്ന് പറയുന്ന മെറ്റീരിയൽ. ഒരു ഗ്ലോസി ടൈപ്പ് സാധനം നമ്മൾ ഇതിന്റെ മുകളിൽ ഇംബിൾഡ് ആക്കണതാണ്. അതാണ് യു വി മെറ്റീരിയൽ. അതുകൊണ്ട് യു വി ബോർഡ് വേറെയാണെന്നും ബാക്കിയുള്ള ബോർഡ് വേറെയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ കസ്റ്റമേഴ്സിന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. നമ്മൾ കെ ബോർഡ് തന്നെയാണ് ചെയ്യുന്നത്. വിത്ത് 5 ഇയർ വാറണ്ടിയിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. സാധാരണ വരുന്ന മാതിരി 4 ഇഞ്ചസാണ് നമ്മൾ സാധാരണ വാൾഡ്രോബിന് കൊടുക്കുന്നത്. 4 ഇഞ്ചസാണ്. ഇത് നമ്മൾ 5 ഇഞ്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ഡോർ ആണ്. നമ്മൾ അപ്സ്റ്റെയറിലേക്ക് കയറ്റാനുള്ളതായത് തന്നെ നമ്മൾ 2 പീസ് ആക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി 2 പീസാണ്. ഇതിന് നമ്മൾ ഒരു സ്ക്രൂവും കാര്യങ്ങളും കൊടുക്കുക. ഈ ഭാഗത്ത് നമുക്ക് സ്ക്രൂവും കാര്യങ്ങളും ഇട്ട് ടൈറ്റ് ആക്കിയാൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ഈ കാണുന്ന ഒരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടാവില്ല. ഫുള്ള് ടൈറ്റ് ആയിരുന്നാൽ കറക്റ്റ് ഗ്യാപ്പും കാര്യങ്ങളും ഒഴിവാക്കി